പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ജിതിൻ കെ ജോഫ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രതിനായകനായ വിനായകൻ നായകനായ ചിത്രമാണ് കളങ്കാവൽ. കളങ്കാവൽ എന്ന ചിത്രം നമ്മൾ പ്രതീക്ഷയോട് കാത്തിരുന്നത് ആ മമ്മൂട്ടിയുടെ ആദ്യത്തെ 100 കോടി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ്. ഏകദേശം നാം നേരത്തെ തന്നെ പറഞ്ഞു, അത് 100 കോടി അടിക്കാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഇതിൻ്റെ റിലീഫുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനെ നന്നായി ബാധിച്ചത്. പിന്നെ പ്രൊമോഷൻ ഇല്ല. കാരണം ഒരു ചിത്രം പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് മമ്മൂട്ടി കമ്പനിക്ക് ഒട്ടും അറിയില്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകാം. തിങ്കളാഴ്ച ദിവസത്തെ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ശോകമാണ്. പലപ്പോഴും 1 മണിക്കൂർ ബുക്കിങ്ങിൽ പോലും ഈ ട്രെൻഡ് പിടിച്ചില്ല. എനിക്ക് തോന്നുന്നു വൈകുന്നേരം മാത്രമാണ് 1000 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് പോകുന്നത്. അല്ലാതെ 24 മണിക്കൂറിൻ്റെ 20,000 ടിക്കറ്റാണ് വിറ്റ് പോകുന്നത്. ഇന്ന് ഏകദേശം 1 കോടിക്ക് മുകളിലുള്ള തികയ്ക്കുമോ എന്നുള്ളത് സംശയമാണ്. അങ്ങനെയെങ്കിൽ ഇന്നലെ വരെയുള്ള കളക്ഷൻ, ഞായറാഴ്ച ദിവസത്തെ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചത്ര കളക്ഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. കർണാടകത്തിൽ നിന്ന് 17 ലക്ഷം രൂപയാണ് ഇത് കളക്ട് ചെയ്തത്. ഞായറാഴ്ച 2,75,00,000 എത്തുന്നു. ആന്ധ്ര തെലങ്കാന 3 ലക്ഷം രൂപ 40 ലക്ഷത്തിലേക്ക് എത്തുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 15 ലക്ഷം രൂപ മാത്രമേ കളക്ട് ചെയ്തുള്ളൂ, 2,14,00,000. കേരളത്തിൽ നിന്ന് 2,15,00,000 രൂപയാണ് ഞായറാഴ്ച കളക്ട് ചെയ്തത്. 31,70,00,000 കേരളത്തിലെ കളക്ഷൻ, ടോട്ടൽ കളക്ഷൻ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഹിന്ദി ബെൽറ്റിൽ നിന്ന് 5 ലക്ഷം രൂപ, 96 ലക്ഷം രൂപയാണ്. അങ്ങനെ ടോട്ടലായിട്ട് ഇന്ത്യയിൽ നിന്ന് ഇന്നലത്തെ ഗ്രോഫ് എന്ന് പറയുന്നത് 2,55,00,000 രൂപയാണ്. ടോട്ടൽ ഗ്രോഫ് 37,95,00,000 രൂപ. അങ്ങനെയാണ് ഇന്ത്യ ഗ്രൂപ്പ് കാണിക്കുന്നത്. റെയിൽവേയുടെ കളക്ഷൻ ഫാക്നിക്കിൻ്റെ കണക്കും പ്രകാരം 74,50,00,000 അവർ ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 75 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് കാണും എന്ന് തന്നെ വിചാരിച്ചു. ലാസ്റ്റ് എല്ലാ കണക്കുമുള്ള വരുമ്പോൾ ഏകദേശം 75 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ ഓവർസീസ് കളക്ഷൻ എന്ന് പറയുന്നത് 34,55,00,000 രൂപയും ഇന്ത്യ ഗ്രൂപ്പ് 37,95,00,000 രൂപയാണ്. അങ്ങനെ 74,50,00,000 എന്നാണ് ഈ ട്രാക്കേഴ്സ് കണക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതെനിക്ക് തോന്നുന്നു 75-76 റേഞ്ചിൽ തന്നെ നിൽക്കുമെന്ന് തോന്നുന്നു. എന്നാലും ഇനിയും 10-24 കോടിയോളം വേണം. അത് കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. ശോകം ബുക്കിംഗാണ് കാണുന്നത്. തിയേറ്ററിൽ ആൾ നന്നേ കുറഞ്ഞു. ഇനി പുതിയ ചിത്രങ്ങളും കൂടെ ഇറങ്ങിക്കഴിയും വാഷ് ഔട്ടാവുന്ന ലക്ഷണം തന്നെയാണ് ചിത്രം കാണിക്കുന്നത്. ഇത് പോസിറ്റീവ് കിട്ടിയ ചിത്രമാണ്. മമ്മൂട്ടിയുടെ ഈ കൊല്ലത്തെ മികച്ച പോസിറ്റീവ് കിട്ടിയ ചിത്രമാണ്. ആദ്യ ദിന കളക്ഷനൊക്കെ കാണുമ്പോൾ നമ്മൾ വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും എല്ലാ ചിത്രങ്ങളെ പോലെ മമ്മൂട്ടിയുടെ എല്ലാ പോസിറ്റീവ് കിട്ടിയാലും നമ്മളെപ്പോഴും പറയുന്നതാണ്, തിയേറ്ററിൽ പോയി പണം കാണണം. കാരണം സോഷ്യൽ മീഡിയയിലിരുന്ന് ഇങ്ങനെ വളവളാ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആരാധകനാണെന്ന് പറയുന്നത്. ഇപ്പം നമ്മളിരുന്ന കമൻറ്റ് താഴെ വന്ന് നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ ചീത്ത വിളിക്കും. ഇതൊന്നും അല്ല ഒരു ആരാധകനെ വേണ്ടത്. തിയേറ്ററിൽ പോയി കൃത്യമായിട്ട് പടം കാണാൻ ശ്രമിക്കുക. അതില്ല എന്ന് തോന്നുന്നു. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുപോലെ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊമോഷനും അതുപോലെ റിലീഫ് ഡേറ്റും ഒക്കെ വളരെ മോശം. അതൊക്കെ തന്നെ ചിത്രത്തെ ബാധിച്ചു. അങ്ങനെ മമ്മൂട്ടിയുടെ സ്വപ്നം വീണ്ടും അകലെയാവുന്നു. ഇനി 2026 നമുക്ക് നോക്കാം അല്ലേ, മമ്മൂട്ടിയുടെ ആദ്യത്തെ 100 കോടി കാത്തിരിക്കാം. ഇപ്പോൾ ഇതിനിടയിൽ പലരും കമൻ്റായിട്ടൊക്കെ വരും, 100 കോടി ആർക്ക് വേണം, 100 കോടിയൊന്നും ഞങ്ങൾ ശ്രമിച്ചതേ ഇല്ല. ഇനി അങ്ങനെ പറഞ്ഞ് സ്വയം സമാധാനിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനല്ലേ. അപ്പം കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.